അതിന്റെ കൃത്യമായിട്ടുള്ള നമ്പർ നമ്മുടെ കയ്യിൽ എന്തായാലും വേണം. എന്റെ വാർഡിലൊരു 1000-നടുത്ത് വോട്ട് കാണുമായിരിക്കും. അത് പഴയ കണക്ക്. ഇപ്പോ അവിടെ 1338 പേരുണ്ട്. നമ്മുടെ ഷിജി LDPയില് കഴിഞ്ഞ തവണ അവിടെ നിന്ന് ജയിച്ചത് 350 വോട്ടിനാണ്. സമുദായ സമവാക്യം വെച്ച് നോക്കുമ്പോ ശ്രീജയ്ക്ക് കടന്നുകൂടാൻ പാടാ. അയ്യോ, എന്നാ പിന്നെ ഞാൻ നിൽക്കുന്നില്ല. നിക്കണം, പക്ഷെ ജയിക്കാൻ ചില കളികൾ കളിക്കണം. ധൈര്യമായിട്ട് നിൽക്കുന്നേ, നമ്മളെല്ലാരും കൂടെ ഉണ്ട്. നമ്മൾ ജയിക്കും. ഇതേ ചേച്ചിയൊക്കെ സ്ട്രോങ് ആയിട്ട് കൂടെ നിൽക്കും. ഒന്നും പേടിക്കാനില്ല. എല്ലാം മറ്റേ പ്രചാരണത്തിന്റെ പരിപാടിയൊക്കെ നമുക്ക് ചെയ്യാം, ഉഷാറാക്കാം. ഓക്കെ, എന്നാ ശരി മെമ്പറേ. പിള്ളേരോട് ഇവിടെ പഠിക്കാൻ പറഞ്ഞിട്ടാ വന്നേ. മെമ്പറെ ആ മെമ്പർ പറഞ്ഞ നേരാ. അവരെനിക്ക് സീറ്റ് തന്നില്ല, ഞങ്ങൾ ഇറങ്ങി പോന്നു. ഇനി വല്ല കുഴപ്പമാവോ? എന്തു കുഴപ്പം? വിമതരായിട്ട് മത്സരിക്കണം. വാർഡ് ഏതാൻ തീരുമാനിച്ചോ? നമ്മുടെ 14-ാം വാർഡ് മൂന്നിലേക്ക് ബിജോ മത്സരിക്കുന്നില്ലേ, ആ വാർഡ്. അതൊരിത്തിരി മണ്ടത്തരമാണ് ചേട്ടാ. അയാള് കാശുകാരനല്ലേ, ജയിക്കാൻ വേണ്ടി എന്ത് കളിയും കളിക്കും. പിന്നെ ഞാനെന്താ വേണ്ട, മെമ്പർ പറ. ചേട്ടന്റെ വീടിരിക്കുന്ന 4-ാം വാർഡ് സേഫാ. അവിടെയാണെങ്കിൽ LDPക്ക് വലിയ സ്വാധീനമില്ല. പിന്നെ അവിടുത്തെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഗുണപാല. ആ സൈഡ് ഞാൻ നോക്കിക്കൊള്ളാം. ഉറപ്പാണോ? പിന്നില്ലേ, ചേട്ടനില്ലാതെ ഈ നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റില്ല ചേട്ടാ. വോട്ടില്ലെങ്കിൽ തേങ്ങ ഇടില്ല എന്ന് പറയണം. പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യം മറക്കരുത്. പ്രസിഡന്റ് സ്ഥാനം തെങ്ങ് ചതിക്കില്ല, അതേപോലെ ആ തെങ്ങ് കയറുന്നവനും. മെമ്പർ പറയുന്നതേ ഞാൻ കേൾക്കൂ. പഞ്ച് ഡയലോഗൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ പ്രവൃത്തിയിലും വേണം. ഉറപ്പ്. ശരി. തെങ്ങിന്റെ മണ്ടേലാരാണ്ടി തെക്കേലെ ചന്തേലാലോഞ്ചി ചേട്ടാ ബാക്കിയൊക്കെ തരും. ശശിചേട്ടന്റെ പോസ്റ്ററും കൂടി വൈകിട്ട് വൈകിട്ട് വരാം. ഈ പോസ്റ്റർ ഒട്ടിക്കാനും ഫ്ലെക്സ് അടിക്കാനുള്ള പൈസയൊക്കെ ഉണ്ടോ? വല്ലതും വേണമെങ്കിൽ ചോദിക്കണം. വേണ്ട, കാർലോ മാക്സ് മുത്തപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഒന്നിനും ഒരു മുട്ടൂല. പാർട്ടി പട്ടിണി പാവങ്ങളുടെ ആണെങ്കിലും നല്ല റിച്ചാ. അതും ഒരു പാർട്ടി നയമാണല്ലോ. അവന് ഇഷ്ടപ്പെട്ട മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പാത്രമായിട്ട് വന്നാ തരാം. എന്താടാ പറഞ്ഞത്? മാമ്പഴ പുളിശ്ശേരി അല്ല, പോസ്റ്റർ ഒട്ടിക്കാനും ഫ്ലെക്സ് വെക്കാനും കാശ് വേണമെന്ന് ചോദിച്ചു. ഏയ് എടാ, എനിക്കിത് കണ്ടിട്ടേ ഒരു ഊളത്തരമായി പോയോ എന്നൊരു സംശയം. KP, ഒരാൾ ചെയ്ത ഊളത്തരം എല്ലാ ഊളകളും ചെയ്യുകയാണെങ്കിൽ, അല്ല എല്ലാ സ്ഥാനാർത്ഥികളും ചെയ്യുകയാണെങ്കിൽ ഫാഷൻ. ഇത് ഫാഷനാ. നല്ല രസമുണ്ട്. എടീ, 4 ആള് പിന്നെ പോലെ തന്നെ ഇല്ലേ? പാപ്പിൻസ് മിഠായി തുറന്ന പോലെ ഉണ്ട്. സുരേഷേ, ഒന്ന് കണ്ടില്ലേ നമ്മുടെ ഫ്ലെക്സ് കണ്ടില്ലേ? ജിൽ ജിൽ ജില്ലേ. തട്ടി 4 വെച്ചാക്കും. എന്തോ മന്ദിയുണ്ട് കേട്ടോ. എടാ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം വന്നിട്ടുണ്ട്. ഈ പാർട്ടി മാറി വന്നവരെ മത്സരിപ്പിക്കേണ്ടെന്നാണ് LC തീരുമാനം. അത് അണികളിലും അനുഭാവികളിലും ഒക്കെ നിരാശ ഉണ്ടാക്കുമെന്ന്. അതിന് ഈ ഒരു സാഹചര്യത്തിൽ നിന്നെ മത്സരിപ്പിക്കേണ്ടെന്നാണ് LC തീരുമാനം. പോസ്റ്റർ ഒട്ടിച്ച് ഫ്ലെക്സ് ഡേ കഴിഞ്ഞപ്പോഴാണോ പാർട്ടിക്ക് ബോധത ഉണ്ടായത്? ഇനി നാട്ടുകാർ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഞാൻ മാറത്തില്ല. ഇതിന്റെ പുറകിൽ എന്തോ ഗൂഢാലോചന ഉണ്ട്. UDP പ്രവർത്തകനെ പ്രലോഭിപ്പിച്ച് നിങ്ങൾ ചതിക്കായിരുന്നില്ലേ? എടാ, പാർട്ടി ആരെയും ചതിക്കില്ല. നീ വസ്തുതകളെ അതിന്റെ ഗൗരവത്തിൽ കാണണം. പുതിയതാരെ കെട്ടിറക്കുന്നേ? സീനിയർ മെമ്പറായ കുഞ്ഞമ്പൂനെ പരിഗണിക്കണമെന്നാണ് DC തീരുമാനം. DC പോകാൻ പറ. ഞാൻ ശശിയെ പോലെ ഒറ്റക്ക് മത്സരിക്കും. എടാ, ശശിയെ പോലെ അല്ല നീ പാർട്ടി വിട്ട് വന്നവനാ. വിമതനായകനെ അവസരവാദി എന്ന് പറഞ്ഞ മുദ്ര കുത്തും. വെറുതെ പാർട്ടിയെ വെറുപ്പിക്കാൻ നിൽക്കണ്ട. എന്റെ ബാബു, ഞാൻ ഇത്ര വർക്കൊക്കെ ചെയ്തിട്ട് എന്റെ ബ്രെയിൻ ഇരുമ്പുന്നു. എടാ, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. തൽക്കാലത്തേക്ക് നീ പാർട്ടി തീരുമാനത്തിന് കീഴ്പ്പെട്, അതാണ് പ്രധാനം. എന്നെ അടുത്ത സൈറ്റിലേക്ക് ഒന്നും ഇട്ടേക്കോ. വലിയ കാര്യമില്ലല്ലോ. കഷ്ടമല്ല, തൂഞ്ഞാലായിപ്പോയി.